എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിവാഹത്തിന് മുൻപ് പങ്കാളികൾ ഇരുവരും ഈ പറയുന്ന ആരോഗ്യ പരിശോധനകൾ നടത്തുന്നത് നല്ലതായിരിക്കും. അതേക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. വിവാഹം എല്ലാവർക്കും വലിയൊരു സ്വപ്നം തന്നെയാണ്. പുതിയൊരു ജീവിതം പടുത്തുയർത്തുന്നതിന്റെ ത്രില്ലിലായിരിക്കും മിക്കവരും. എന്നാൽ ജീവിതം പുതിയതായി ആരംഭിക്കാൻ നിൽക്കുന്നതിന് മുൻപ് സ്ത്രീ ആയാലും പുരുഷനായാലും നടത്തേണ്ട ചില പരിശോധനകളുണ്ട്. ഈ പരിശോധനകൾ നടത്തിയാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യകരമായ ദാമ്പത്യം നിലനിർത്താൻ സാധിക്കും. ഇവ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അതിലൊന്ന് STD ടെസ്റ്റ് അഥവാ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന്റെ. ഏതൊരാളും വിവാഹത്തിന് മുൻപ് ചെയ്ത് നോക്കേണ്ട പരിശോധനയാണിത്. ഈ പരിശോധന നടത്തിയാൽ പങ്കാളികൾക്ക് HIV, AIDS പോലെയുള്ള അസുഖങ്ങളില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. അതുപോലെ പങ്കാളിക്ക് മറ്റ് ലൈംഗിക രോഗങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ലൈംഗിക രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. ചില അസുഖങ്ങൾ പൂർണ്ണമായി ഭേദമാക്കിയെടുക്കാൻ സാധിച്ചെന്നു വരികയില്ല. ലൈംഗിക ബന്ധത്തിലൂടെ കുറഞ്ഞത് 30 തരം ബാക്ടീരിയകളും വൈറസും അതുപോലെ പാരാസൈറ്റ്സും പകരുന്നുണ്ടെന്നാണ് ലോക ആരോഗ്യ സംഘടന പറയുന്നത്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും അതുപോലെ യോനി, മലദ്വാരം, ഓറൽ സെക്സ് എന്നിവയിലൂടെയും എല്ലാം ഇവ പകരുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട്. അതിനാൽ ഈ രോഗങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമതായി പാരമ്പര്യ രോഗങ്ങൾ. ഏതൊരു വ്യക്തിക്കും പാരമ്പര്യ രോഗങ്ങൾ പിടികൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലർക്ക് പ്രമേഹം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചർമ്മ രോഗങ്ങളായിരിക്കും ലഭിക്കുന്നതെങ്കിൽ ചിലർക്ക് മാരകമായ അസുഖങ്ങളും പിടികൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ, രക്തസംബന്ധമായ രോഗങ്ങൾ എന്നിവ പാരമ്പര്യമായി ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തിയാൽ ഇവ മൂർച്ഛിക്കുന്നതിന് മുൻപ് തന്നെ കൃത്യമായ ചികിത്സ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനാൽ ഈ രോഗങ്ങൾ കണ്ടെത്തുന്ന പരിശോധനകൾ വിവാഹത്തിന് മുൻപ് നടത്തുന്നത് നല്ലതാണ്. മൂന്നാമതായി കരൾ രോഗങ്ങൾ. സ്ത്രീ ആയാലും പുരുഷന്മാരായാലും കരൾ രോഗമുണ്ടോ എന്ന് വിവാഹത്തിന് മുൻപ് പരിശോധിക്കുന്നത് നല്ലതാണ്. സ്ത്രീകൾക്കായാലും ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ വരാം. അതുപോലെ പുരുഷന്മാരിൽ ഇത്തരം അസുഖങ്ങൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ വിവാഹത്തിന് മുൻപ് കരളിന്റെ ആരോഗ്യം പരിശോധിക്കുന്നത് നല്ലതാണ്. കൃത്യസമയത്ത് ചികിത്സ നൽകിയാൽ കരൾ ആരോഗ്യത്തോടെ ഇരിക്കും. ഇന്ന് പലരും വിവാഹത്തിന് ശേഷം കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്നത് കാണാം. അതുപോലെ വിവാഹത്തിന് ശേഷം കുട്ടികളില്ലാത്തതിന്റെ പേരിൽ പലരും പഴി കേൾക്കുന്നതും ഒരു ദാമ്പത്യം തന്നെ ഇല്ലാതാക്കുന്നതും എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇത്തരം പ്രശ്നങ്ങൾ വിവാഹത്തിന് ശേഷം കേൾക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വിവാഹത്തിന് മുൻപ് പരിശോധിച്ച് കൃത്യമായ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ്. ഇത് പുരുഷനായാലും സ്ത്രീ ആയാലും ചെയ്തു നോക്കേണ്ടത് അനിവാര്യമാണ്. അടുത്തതായി മാനസിക ആരോഗ്യം. രണ്ട് വ്യക്തികളുടെയും മാനസികാരോഗ്യം പരിശോധിക്കേണ്ടതും നല്ലതാണ്. നല്ല മാനസികാരോഗ്യമുള്ള വ്യക്തിക്ക് മാത്രമാണ് നല്ല ദാമ്പത്യം നിലനിർത്താൻ സാധിക്കുക. അതിനാൽ മാനസികാരോഗ്യം കൃത്യമാണോ എന്ന് പരിശോധിക്കുക. മാനസികാരോഗ്യം നല്ലതല്ലെങ്കിൽ ഇത് വിഷാദ രോഗത്തിലേക്കും അതുപോലെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിച്ചെന്ന് വരാം. അതിനാൽ നിർബന്ധമായി ഇവ പരിശോധിക്കാൻ മറക്കരുത്. ഇവ കൃത്യമായി പരിശോധിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യകരമായ ദാമ്പത്യം വളർത്താൻ സഹായിക്കും. Thanks for watching my video. See you next time.